കൈമുറിക്കുന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം ജീവൻ രക്ഷിക്കണമെങ്കിൽ കൈമുറിച്ചേ പറ്റത്തുള്ളൂ. നമുക്കിനി ഓപ്പറേഷൻ ചെയ്യുന്നതിനും പോക്കുവരവ് എല്ലാത്തിനും നല്ലൊരു എമൗണ്ട് വേണം. ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന ആഗ്രഹത്തോടെ ക്യാൻസറിനോട് പൊരുതുന്ന ജിൻഡോയ്ക്ക് നമുക്കൊരു കൈത്താങ്ങാകാം. നിങ്ങൾ നൽകുന്ന തുക എത്രയായാലും അത് ആ കുടുംബത്തിന് ഒരാശ്വാസമാകും. 2022 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്യാമ്പിൽ സെലക്ഷൻ കിട്ടിയതായിരുന്നു. ആർമിയിലൊക്കെ സെലക്ഷൻ കിട്ടി പോയതായിരുന്നു. പിന്നെ വീട്ടുകാരെ പിരിയുന്നതൊക്കെ വെച്ചിട്ടാണ് അവൻ പോവാതിരുന്നത്. ഗൾഫിലൊക്കെ കളിക്കാൻ പോയതാണ്. ഫാത്തിമ കോളേജിൽ പഠിക്കുമായിരുന്നു. ജോലിയും കളിയൊക്കെ ആയിട്ട് ഗൾഫിൽ പോയ സമയത്തായിരുന്നു കൈയുടെ ഷോൾഡർ ഇളകിയത്. അങ്ങനെ നാട്ടിൽ മെഡിക്കൽ ലീവിന് വന്നിരുന്ന സമയത്താണ് നമ്മളിങ്ങനെ MRI സ്കാൻ എടുത്തപ്പം ഒരു മുഴ പോലെ കണ്ട് RCCയിലേക്ക്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം റഫീഖ് ചന്ദ്രാപ്പിനിയാണ്. ഈ കുടുംബത്തിന്റെ വേദന നിങ്ങൾ കാണാതെ പോകരുത്. നിങ്ങൾ കഴിയുന്ന ചെറിയ സഹായം, അതുപോലെ നിങ്ങൾ അറിയുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തും സഹായിക്കണേ പ്രിയപ്പെട്ട. കൈയുടെ പോർഷനൊക്കെ അങ്ങ് വലുതായി, ഇപ്പോൾ ഒട്ടും പറ്റുന്നില്ല. അപ്പം അവർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. RCCക്കാർ പറഞ്ഞ് നമ്മളടുത്ത് കൈമുറിക്കണമെന്ന്. അപ്പോഴത്തേക്കും നമ്മൾ വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും അത് അക്സെപ്റ്റ് ആവാതെ നമ്മൾ കിംസിലേക്ക് കൊണ്ടുപോയി. കിംസിൽ ചെന്നപ്പം അവരെല്ലാവരും നമ്മളടുത്ത് ഉറപ്പ് പറഞ്ഞതായിരുന്നു, കൈമുറിക്കില്ല, കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചോളാമെന്ന്. പക്ഷെ ലാസ്റ്റ് സ്റ്റേജിൽ അവർ നമ്മളെ കൈ ഒഴിഞ്ഞു. അങ്ങനെയാണ് പിന്നെ നമ്മൾ ചെന്നൈയുള്ള അടയാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കും അവൻ്റെ അവസ്ഥ ഭയങ്കരമായിട്ട് കൂടി. കാണുന്ന ട്രോഫി മെഡലും എല്ലാം ജിൻഡോ കളിച്ച് സമ്പാദിച്ചാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ തന്നെ മികച്ച പ്ലെയേഴ്സ് വന്ന് കളിക്കുന്ന ടൂർണമെൻറ്റുകളിൽ നിന്നും കളിച്ച് ബെസ്റ്റ് പ്ലെയറും ടോപ്പ് സ്കോററും എമർജിങ് പ്ലെയറും എല്ലാം സ്വന്തമാക്കിയ ഒരു പ്ലെയറാണ് ജിൻഡോ. അത്രയ്ക്കും ഒരു മികച്ച കഴിവുള്ളൊരു ഫുട്ബോൾ പ്ലെയറായിരുന്നു ജിൻഡോ. ഇപ്പം ഈ അവസ്ഥയിൽ നമുക്ക് ജിൻഡോനെ കാണുന്നത് തന്നെ ഏറ്റവും വലിയൊരു വിഷമമാണ്. കൈമുറിക്കുന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം ജീവൻ രക്ഷിക്കണമെങ്കിൽ കൈമുറിച്ചേ പറ്റത്തുള്ളൂ. ജീവൻ രക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മളും അതിന് വില്ലിങ് ആവുന്നുണ്ട്. കളിക്കാനൊക്കെ പോകുമായിരുന്നു. അപ്പം അതിൻ്റെ കിട്ടുന്ന പൈസകളൊക്കെ എനിക്ക് കൊണ്ട് തരുമായിരുന്നു. അപ്പോൾ ഞാനും ഒരു വീട്ടു ജോലിക്ക് പോകുന്നതാണ്. അപ്പോൾ മോനും കൊണ്ട് തരുന്ന എല്ലാം കൂടെ ചേർത്താണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ലോണുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീടില്ല, അതിൻ്റെ വാടക തന്നെ ഇവിടെ 10. അപ്പം നമ്മൾ പല കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിന്നതാണ്. പക്ഷേ ഇപ്പം എനിക്കിപ്പോൾ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. മോൻ